കഴിഞ്ഞ ദിവസം നമ്മുടെ ഒ പിയിൽ ഒരു പേഷ്യൻറ്റ്, അവൻ ആങ്കൈലോസിങ് സ്പോണ്ടിലിസാണ്. സ്പോണ്ടിലോ ആർത്രൈറ്റിസ് എന്ന അസുഖമാണ്. നമുക്കറിയാം, നട്ടെല്ലിനെ ബാധിക്കുന്ന ഒരു വാതരോഗമാണ്. അത് പലപ്പോഴും ജെൻസിനെയാണ്, ആണുങ്ങളെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. പക്ഷേ ഈ ലേഡി ഒരു ഫീമെയിലാണ്, 45-50 വയസ്സുള്ള ഫീമെയിലാണ്. ഞാനൊരു 5-8 കൊല്ലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ കൺട്രോളായിട്ട് പോയിക്കൊണ്ടിരുന്ന ലേഡിയാണ്. ESR ഒക്കെ വളരെ കുറവായിരുന്നു. CRP ഒക്കെ നോക്കുമ്പോഴും വളരെ കുറവായിരുന്നു. ESR 20-22 ആയിരുന്നു. പെട്ടെന്ന് 2 പ്രാവശ്യമായിട്ട് ഇത് വന്ന് നോക്കിയപ്പോൾ ESR 80-90 പോകുന്നു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അവർ പറഞ്ഞു എനിക്കൊരു ഇൻഫെക്ഷൻ ആയിരുന്നു ഡോക്ടറെ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ വേദനയും കൂടി. ESR കൂടി മാത്രമല്ല, വേദന CRP ഒക്കെ 1-2 ഉള്ളത് 25-30 വേദന ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ ഈ അമ്മ തൃശ്ശൂരിൽ നിന്ന് വരുന്നൊരു അമ്മയാണ്. അപ്പോൾ എമ്മയോട് ഞാൻ ചോദിച്ചു അപ്പം അവർ ജൂനിയർ ഡോക്ടർ കണ്ടപ്പോഴും അവർ ഒന്നും പറയുന്നില്ല. അവരെന്തോ ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് സാധാരണ ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം, നമ്മുടെ ഫാമിലി പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ഇവർക്ക് അസുഖം സാധാരണ നമ്മൾ അല്ലെങ്കിൽ മരുന്ന് കഴിക്കാതിരിക്കുക. അപ്പം മരുന്ന് ഒന്നും അവർ പറയുന്നില്ല. അപ്പം പിന്നെ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പ്രോബ് ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത് ഡോക്ടർ 2 മാസമായിട്ട് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. പക്ഷേ ഇവിടെ മരുന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഇവർ പിന്നെ കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു അത് കരയണ്ട, പിന്നെ ഒന്ന് സമാധാനിപ്പിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവരോട് ആരോ പറഞ്ഞു ഏതോ ഭക്ഷണത്തിൽ ചെറിയ പ്രശ്നം വരുത്തി കഴിഞ്ഞാൽ, ഒരു ഭക്ഷണത്തിൽ സപ്ലിമെൻറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഈ വാതരോഗം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാം, ഈ മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരു ഡോക്ടർ അവർ പോയി. ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടറല്ല, ഒരു സെമി ഡോക്ടറാണെന്ന് തോന്നുന്നു, എന്തോ ന്യൂട്രീഷനിസ്റ്റോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അവരെ പോയി കണ്ടു, ഒരു ലേഡിയെ പോയി കണ്ടു. ആ ലേഡി ന്യൂട്രീഷൻ, അവർക്ക് ആദ്യം ഇവർക്ക് ഒരു മാസത്തെ ഒരു ഫുഡിന്, ഈ ഫുഡ് സപ്ലിമെൻറ്റ്സിന് 45,000 മുതൽ 50,000 രൂപ ആണത് വരുന്നത്. അത് കൂടാതെ കൺസൾട്ടേഷൻ എല്ലാം കൂടി ഈ അമ്മ കഴിഞ്ഞൊരു 4 മാസമായിട്ട് 2-2 ലക്ഷം രൂപയോളം ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ലക്ഷം രൂപ പോയതിൻ്റെ സങ്കടത്തില്ല. ഇവർക്കാണെങ്കിൽ അത്ര ഭയങ്കര വെൽ ടു ഡു ഫാമിലിയൊന്നും അല്ല. അപ്പോൾ അവരെന്തോ സ്വർണ്ണമൊക്കെ വിറ്റിട്ട്, കാരണം അവരോട് പറഞ്ഞത് 3 മുതൽ 6 മാസത്തിലുള്ള എല്ലാ അസുഖവും മാറ്റി തരാമെന്നാണ്. കാശ് കൊടുത്ത് 50,000-60,000 രൂപയുടെ മരുന്ന് കഴിച്ചു. അപ്പോൾ ആദ്യ പ്രാവശ്യം പോയപ്പോൾ പറഞ്ഞു നിങ്ങൾ ഫുഡ് കഴിച്ചോളൂ, നിങ്ങൾക്ക് അസുഖം കുറയും. ഫുഡിൻ്റെ പൊടികളും കഴിക്കേണ്ട കുറേ വിധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാൻ പോയില്ല. കാരണം നമുക്കറിയാം അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രം ഒരിക്കലും അസുഖം മാറില്ല. അപ്പം ഇവരവിടെ പോയി. അത് കഴിഞ്ഞപ്പോൾ അവരോട് ഡോക്ടർ, അവിടുത്തെ ഈ ഒരു സ്ഥാപനം നടന്ന ആൾ പറഞ്ഞു നിങ്ങൾ ഡോക്ടറോട് പറയണ്ട, പക്ഷേ നിങ്ങൾ മരുന്ന് കഴിക്കണ്ട, മരുന്ന് നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ നമ്മളോട് പറയാതെ മരുന്നുകൾ നിർത്തി, ആ മരുന്നുകൾ കറക്റ്റായിട്ട് പൊടികളോ എന്തോ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണ്, 3 നേരത്തെ കഴിക്കാനുള്ള കുറേ കാര്യങ്ങൾ എന്തോ ഒക്കെയാണ്, അത് കഴിച്ച് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഈ അസുഖം ഭയങ്കരമായിട്ട് കൂടിയത്. അപ്പോൾ ഇതിലുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ആഹാരം കഴിച്ചത് കൊണ്ട് മാത്രം, ആഹാരത്തിൽ നിയന്ത്രണം വരുത്തിയത് കൊണ്ട് മാത്രം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ശരിയാക്കില്ല. അതിന് ഒരു സപ്ലിമെൻ്ററി എഫക്റ്റ് ഉണ്ട്, ഡെഫിനറ്റ്ലി സപ്ലിമെൻ്ററി എഫക്റ്റ് ഉണ്ട്. ചില ഫുഡുകൾ കഴിച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം മുമ്പ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചിലർക്ക് ചില ഫുഡുകൾ കഴിച്ച് കഴിഞ്ഞാൽ അസുഖം കൂടുന്നതായിട്ട് കാണാം. ചില ആളുകൾക്ക് അത് ഡിപ്പെൻഡിങ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ ആണ്. അതിന് നമ്മൾ റീസൺ നമ്മൾ പറഞ്ഞു, അത് ഗട്ടിലെ മൈക്രോബയോം ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഈ അസുഖത്തിൽ വേരിയേഷൻ വരുന്നത്. പിന്നെ നമ്മൾ വെയിറ്റ് ലോസ് ഉണ്ടാക്കുന്ന ഫുഡുകൾ കഴിച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറച്ച് നമ്മൾ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആർത്രൈറ്റിസിൻ്റെ ഒരു സിവിയറിറ്റി കുറയും, ഇൻഫ്ലമേഷൻ കുറയും, സിവിയറിറ്റി കുറയും, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഒരു സിവിയറിറ്റി കുറയും. അതൊക്കെ നല്ലതാണ്, ഫുഡിന് അതിൻ്റേതായ റോളുണ്ട്. പക്ഷേ ഫുഡ് സപ്ലിമെൻറ്റ്സ്, ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സ് കഴിച്ച് ഒരിക്കലും ആർത്രൈറ്റിസ് മാറില്ല. അങ്ങനെ ആണെങ്കിൽ നിങ്ങളെ ക്ലെയിം ചെയ്യും യോഗ മാത്രം, ചിലർ പറയും യോഗ ചെയ്ത് കഴിഞ്ഞാൽ മതി എല്ലാ ആർത്രൈറ്റിസും കുറയും, എല്ലാ വാതരോഗങ്ങളും ഞാൻ കുറച്ച് തരാം. തെറ്റാണ്. യോഗയ്ക്ക് ഒരു സപ്ലിമെൻ്ററി എഫക്റ്റ് ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മൾ ആർത്രൈറ്റിസ് ഉള്ളത് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏത് എക്സസൈസിനും യോഗയ്ക്കും ഈ ഫുഡ് സപ്ലിമെൻറ്റ്സിനും എല്ലാം ഈ ആർത്രൈറ്റിസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഒരു ബെനിഫിഷ്യൽ എഫക്റ്റ് ഉണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഇതെല്ലാം മാറ്റിത്തരാൻ നിങ്ങളോട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ കേസിൽ നിങ്ങളെ അവർ ചതിക്കുകയാണ്. നിങ്ങൾ ചതിക്കുഴിയിൽ പെടരുത്. കാരണം ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ടാകുന്ന വ്യതിയാനം കൊണ്ടായതുണ്ടാകുന്നത്. ഫുഡ് മാത്രം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം പഴയ രീതിയിലാകില്ല. നിങ്ങൾ ആലോചിക്കൂ, ഈ ലോകത്ത് തന്നെ കോടിക്കണക്കിന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പേഷ്യൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരാൾക്ക് ഇന്ന ഫുഡ് സപ്ലിമെൻറ്റ്സ് കൊണ്ട് 3 മാസം കൊണ്ട് ഈ അസുഖം മാറ്റുകയാണെങ്കിൽ അതിന് നോബൽ പ്രൈസ് കിട്ടും. അത് താഴെയൊന്നുമില്ല. ഇന്ന ഫുഡ് കഴിച്ച് എനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് മാറ്റാൻ സാധിക്കുന്ന ആരെങ്കിലും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാവരെയും കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് മാറ്റാൻ സാധിക്കുന്നു കാണിച്ചു കഴിച്ചു കഴിഞ്ഞാൽ ആര് ചെയ്യുന്നു അയാൾക്ക് നോബൽ പ്രൈസ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സാധനം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ചില ഫുഡിൽ വരുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ, എസ്പെഷ്യലി കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, പ്രോട്ടീൻ കൂട്ടുക, വെയിറ്റ് ലോസിനുള്ള ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ചെറിയ ബെനിഫിഷ്യൽ എഫക്റ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലുണ്ട്. അത് യോഗയ്ക്കും ഉണ്ട്, എക്സസൈസിനും ഉണ്ട്, ഫിസിയോതെറാപ്പിക്കും ഉണ്ട്, ഫുഡിനും ഉണ്ട്. പിന്നെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് വളരെ കൂടുതലുണ്ട്. നമ്മുടെ മാനസികമായ പിരിമുറുക്കം കുറയ്ക്കുന്നതിന് വലിയ എഫക്റ്റാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ. അപ്പോൾ ഇതെല്ലാം ഒരു ആൻസറിയാണ്.
ആൻസർ എന്ന് വെച്ചാൽ എന്താണ്, അത് മറ്റേ നമ്മൾ മരുന്ന് കഴിക്കുന്നതോടൊപ്പം ഇതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അസുഖം ബെറ്റർ കൺട്രോൾ ആകും, നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നിങ്ങളുടെ ജീവിത നിലവാരം വളരെ ബെറ്റർ ആകും, അതിൽ സംശയമില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇതുപോലെയുള്ള വലിയ ചതിക്കുഴികളിൽ പോയി പെടരുത്. കാരണം ഈ അമ്മയുടെ കാര്യം ആലോചിക്കും, 3 ലക്ഷം രൂപയും പോയി, അവരുടെ അസുഖം ഡബിളായിട്ട് തിരിച്ചു വന്നു. അത് കഴിഞ്ഞത് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ 3 മാസം സ്ട്രഗിൾ ചെയ്തു. ചിലരിപ്പോൾ വണ്ടിക്കാന്ന് പറയാറുണ്ട്, ഡോക്ടറെ എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു. ഫിസിയോതെറാപ്പി ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്തു. ഒരു യോഗ മാസ്റ്റർ പറഞ്ഞു യോഗ ചെയ്യാം. യോഗ ചെയ്തോളൂ, നല്ലതാണ്. പക്ഷേ മരുന്ന് നിർത്തി യോഗ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അത് വിപരീത ഫലം ചെയ്യാനാണ് സാധ്യത. അതുപോലെ ഫുഡാണെങ്കിലും എന്താണെങ്കിലും എപ്പോഴും നമ്മൾ ഇതെല്ലാം ഓഗ്മെൻ്ററി, നമ്മുടെ സപ്ലിമെൻ്ററി ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ബെനിഫിഷ്യൽ എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ പ്രത്യേകിച്ചുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലും കണ്ടമാനം ഇൻഫർമേഷൻ വരും. ആ ഫുഡ് കഴിക്കൂ, ഈ ഫുഡ് കഴിക്കൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ. അതിൽ ചിലതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചതിക്കുഴിയിൽ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഈ വീഡിയോ നമ്മൾ ചെയ്തത്.